ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം നമുക്ക് നോക്കാം. കൺസ്യൂമർ ഇക്വിലിബ്രിയം ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ബജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്നാണ്. എന്താണ് അപ്പോൾ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം അഥവാ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ? അതായത് ഒരു കൺസ്യൂമർക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന പോയിന്റ് എന്താണോ ആ പോയിൻ്റാണ് എൻ്റെ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം അഥവാ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ. ഒരു കൺസ്യൂമറുടെ ഈ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഈ സംതൃപ്തിയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കർവാണ് നിസ്സംഗതാ വക്രം അഥവാ ഇൻഡിഫറൻസ് കർവ്. അതാണ് ഈ ഗ്രാഫിലൂടെ കാണുന്നത്, നിസ്സംഗതാ വക്രം അഥവാ ഇൻഡിഫറൻസ് കർവുകൾ. ഈ കാണുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. IC1, IC2, IC3 എന്ന് പറഞ്ഞ് കാണുന്ന ഈ കർവുകളാണ് എൻ്റെ ഇൻഡിഫറൻസ് കർവുകൾ എന്ന് പറയുന്നത്. ഈ ഇൻഡിഫറൻസ് കർവാണ് എൻ്റെ കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷനെ സൂചിപ്പിക്കുന്ന കർവ് എന്ന് പറയുന്നത്. ദെൻ ഈ പിക്ചറിൽ തന്നിരിക്കുന്ന EL എന്ന് പറയുന്ന ഈ രേഖയാണ് ബജറ്റ് ലൈൻ. അതായത് കൺസ്യൂമറുടെ കയ്യിലുള്ള ആകെയുള്ള വരുമാനമാണ് ബജറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ആ ലൈനിന് സൂചിപ്പിക്കുന്നതാണ് EL എന്ന് പറയുന്ന ലൈൻ. ഗ്രാഫിലുള്ള EL എന്ന് പറയുന്ന ലൈന്. അപ്പോൾ ഈ ബജറ്റ് ലൈനിനെ ടച്ച് ചെയ്തുകൊണ്ട്, അതായത് അയാളുടെ വരുമാനം എത്രയാണോ, അപ്പോൾ ആകെയുള്ള വരുമാനം കൺസ്യൂമറുടെ 1000 രൂപയാണെങ്കിൽ ആ 1000 രൂപയാണ് എന്ത് EL എന്ന് പറയുന്ന ഈ രേഖ സൂചിപ്പിക്കുന്നത്, അതായത് ബജറ്റ് ലൈൻ. ഈ ബജറ്റ് ലൈനിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ഇൻഡിഫറൻസ് കർവാണ് ഇത് IC2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ കൺസ്യൂമർക്ക് X1 എന്ന് പറഞ്ഞ പ്രോഡക്റ്റും X2 എന്ന് പറഞ്ഞ പ്രോഡക്റ്റും ഇത്ര അളവിൽ കൺസ്യൂം ചെയ്യുമ്പോൾ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിന് എന്ത് പറയാം? കൺസ്യൂമറുടെ ഇക്വിലിബ്രിയമാണെന്ന് പറയാം. ഇതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. അപ്പോൾ എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം? ഇത് വായിച്ചു നോക്കാം. ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ. അത് നിസ്സംഗതാ വക്ര സമീപനം അനുസരിച്ച്, നിസ്സംഗതാ വക്രം പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ്, ഈ കർവിനെയാണ് നിസ്സംഗതാ വക്രം എന്ന് പറയുക. ഇൻഡിഫറൻസ് കർവ് എന്നതിനെ ഇംഗ്ലീഷിൽ പറയാം. ഇതനുസരിച്ച് നിസ്സംഗതാ വക്രത്തിൽ സ്പർശിക്കുകയാണ് ഇത് ബജറ്റ് ലൈൻ അല്ലേ. ആ പോയിന്റിലുള്ള ബണ്ടിലാണ് ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി ലഭിക്കുന്ന ബണ്ടിൽ. ബണ്ടിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ ഏതാ? X1, X2 രണ്ട് ഒരു കൂട്ടം എന്നാണ് ബണ്ടിൽ എന്നുണ്ട്. അതായത് X1 എന്ന് പറഞ്ഞ പ്രോഡക്റ്റും X2 എന്ന് പറഞ്ഞ പ്രോഡക്റ്റുമാണ് ഇവിടെ ഈ ഉപഭോക്താവിന് ഇവിടെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്. ഏത് പോയിന്റിലെ? EL എന്ന് പറഞ്ഞ ബജറ്റ് ലൈനിൽ. അപ്പോൾ EL എന്ന് പറഞ്ഞ ബജറ്റ് ലൈനാണ് ആകെയുള്ള വരുമാനത്തെ സൂചിപ്പിക്കുന്നത്. ആ വരുമാനവുമായി ബന്ധിപ്പിച്ച് ആ ഉപഭോക്താവിന് മാക്സിമം സംതൃപ്തി കിട്ടുന്നത് IC2 എന്ന് പറഞ്ഞ കർവിലാണ്. കാരണം EL എന്ന് പറയുന്ന ബജറ്റ് ലൈന് IC2 ടച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ അയാൾ കൺസ്യൂം ചെയ്യുന്ന ബണ്ടിൽ, അയാൾക്ക് വാങ്ങിക്കുന്ന ഒരു കൂട്ടം വസ്തുക്കളാണ് X1ഉം X2ഉം. ഇതാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ അഥവാ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ് ഈ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയത്തെ സൂചിപ്പിക്കുന്ന ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇത് എപ്പോഴും എന്തായിരിക്കാം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, അതായത് ഇടത്തു നിന്ന് ഇങ്ങനെ വലത്തോട്ട് വരുന്ന ഒരു കർവാണ് ഇത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ദെൻ ദേ ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇതെന്താ? കോൺവെക്സ് എന്നാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ആകൃതിയാണ് ഇതിനെന്ന് പറയാം, നിസ്സംഗതാ വക്രത്തിന്. ദെൻ ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഇൻഡിഫറൻസ് കർവുകൾ ഇങ്ങനെ പോകാമെന്നല്ലാതെ ഒരു ഇൻഡിഫറൻസ് കർവ് മറ്റൊരു ഇൻഡിഫറൻസ് കർവിനെ എങ്ങനെ എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, അതായത് കൂട്ടിമുട്ടില്ല. അതാണ് കൊടുത്തിരിക്കുന്നത്. നിസ്സംഗതാ വക്രങ്ങൾ ഒരിക്കലും പരസ്പരം എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. നെക്സ്റ്റ് എന്താ പോയിന്റ്? ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഉയർന്ന നിസ്സംഗതാ വക്രങ്ങൾ ഉയർന്ന സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ പിക്ചറിലെ നോക്കിക്കഴിഞ്ഞാൽ IC1 എന്ന് പറയുന്ന സംതൃപ്തിയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ IC1 എന്ന് പറയുന്ന സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ IC2ൽ കൺസ്യൂമറിന് ലഭിക്കുന്നുണ്ട്. ദെൻ IC3ൽ അതിലും കൂടുതൽ കിട്ടും. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ ഹയർ ആയിട്ടാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഇത്രയും പ്രോപ്പർട്ടീസാണ് ഇതിനുള്ളത്, ഇൻഡിഫറൻസ് കർവിനുള്ള. അപ്പോൾ എന്തൊക്കെ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി ഒന്നുകൂടി നോക്കാം. അതായത് ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അത് ഇടത്തുനിന്ന് താഴോട്ട് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന കർവാണ്. കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, അതായത് കോൺവെക്സ് ആകൃതിയാണ്. നിസ്സംഗതാ വക്രങ്ങൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന നിസ്സംഗതാ വക്രങ്ങൾ ഉയർന്ന സംതൃപ്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.